സംസ്ഥാന ലീഗ് നേതൃത്വം വിളിച്ച സമവായ ചർച്ച അല്പസമയത്തിനകം മലപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിൽ ആരംഭിക്കാൻ പോവുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയ നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിന് ശേഷം മഞ്ഞുരുകുമോ, നിലവിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ? ഇരു ചേരികളിലായി കഴിഞ്ഞ നാളുകളിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ, ലീഗ് അനുകൂലികൾ, ലീഗ് വിരുദ്ധർ എന്ന നിലയിൽ നടന്ന പരസ്യ പ്രതികരണങ്ങൾ, ഇതിനൊക്കെ തന്നെ തിരശ്ശീല വീഴുകയും സമവായത്തിലേക്ക് മഞ്ഞുരുകി വീണ്ടും പഴയ നിലയിലേക്ക് എത്തുമോ, അതല്ല വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമോ, ഉയരുമോ എന്നൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. യോഗത്തിനായി പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെയാണ് എത്തിയത്. ഏറ്റവും ഒടുവിലായി KPA മജീദിൻ്റെ PM സലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരസ്യമായ ഒരു പ്രതികരണം. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ അവസാനം കലാശിച്ചതാണ്. അരുൺ അമൃതാഥ് ചേരുന്നുണ്ട്. അരുൺ, പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം, ഈ ഇന്നത്തെ യോഗത്തിന് ശേഷം എന്തായാലും മഞ്ഞുരുകുമോ, പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ തന്നെ തടയിടപ്പെടുമോ എന്നുള്ളതാണ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് യോഗത്തിന്? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക യോഗമാണ് നടക്കുന്നത്. അത്തരത്തിൽ പക്ഷേ ഒരു മഞ്ഞുരുകാനുള്ളൊരു സാധ്യത ഈ മണിക്കൂറിലും നമുക്കൊരു സൂചനകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സമവായ ചർച്ചയിലേക്ക് വിളിക്കുമ്പോഴും സമവായത്തിലേക്ക് എത്തുന്നില്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വ്യക്തമാകുന്നത്. കാരണം ലീഗ് വിരുദ്ധ വിഭാഗം നേരത്തെ തന്നെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ലീഗിൻ്റെയും സമസ്തയുടെയും ലീഗ് അനുകൂലികളായുള്ള നേതാക്കൾ എത്തിയപ്പോഴും ലീഗ് വിരുദ്ധ വിഭാഗം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ ലീഗ് നേതൃത്വം നിലപാട് ഘടിപ്പിച്ചതാണ്. സാദിഖ് അലി തങ്ങൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ധിക്കാരപരമായിരിക്കുമെന്ന ലീഗ് നേതൃത്വം അവിടെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യോഗത്തിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് സമസ്ത ലീഗ് നേതൃത്വം, അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ ഉൾക്കുന്ന സമസ്തയുടെ നേതൃത്വവും ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് സമസ്ത നേതൃത്വം ആണ് ഇതിലൊരു ഇടപെടൽ നടത്തുന്നത്. ആലിക്കുട്ടി മൊയ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും അടങ്ങുന്ന നേതൃത്വമാണ് ഇതിലൊരു ഇടപെടൽ നടത്തുന്നത്, അല്ലാതെ ലീഗിൻ്റെ ഇടപെടലല്ല എന്നുള്ളത് തന്നെയാണ്. ലീഗ് ഇത്തരത്തിലൊരു ചർച്ച വിളിക്കുന്നതിലെ ഭിന്നാഭിപ്രായം തന്നെയാണ് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പോൾ ലീഗ് അനുകൂല വിഭാഗം യോഗത്തിന് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ തുടരെ തുടങ്ങുന്ന ഭിന്നത അതെവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് അല്പസമയത്തിനകം ഇവരുടെ പ്രതികരണം കൂടി വരും യോഗത്തിന് ശേഷം എന്നുള്ളത്. പ്രതികരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകിയത്.